ഹലോ ഹായ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. കുറച്ച് കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതായത് മെയിനായിട്ട് ചോദിക്കുന്നത്, നമുക്കറിയാം നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മുതലാണ് അല്ലേ. അപ്പം ആ ഒരു മോർണിംഗിൽ നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മൂഡൊക്കെ എങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും ആ ഒരു ഫുൾ ഡേ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മളിപ്പം എല്ലാവരും വീട്ടമ്മമാരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ശരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും പല പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഒന്ന് ഹസ്ബൻഡിന് പോകണം, കുഞ്ഞുങ്ങൾക്ക് പോകണം, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓർത്ത് ടെൻഷനാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവത്തില്ല, ചില സമയത്ത് മൂഡ് ഓഫ് ആയിരിക്കും. അപ്പം എല്ലാ ഡേയും ഫുൾ എനർജി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ചെയ്യാറുള്ളൊരു കാര്യമാണ്. ഞാൻ രാവിലെ നമ്മൾ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് എഴുന്നേൽക്കും, കിച്ചണിലേക്ക് പോകും, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകും, അങ്ങനെ ആയിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്ത് എഴുന്നേൽക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു 4:50 അല്ലെങ്കിൽ ഒരു 4:40, അപ്പോൾ കുറച്ച് നേരത്തെ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത്, കാരണം നിങ്ങൾക്ക് വർക്ക് തുടങ്ങേണ്ട ഒരു ടൈം, നമ്മുടെ കിച്ചണിലെ വർക്ക് പണിയൊക്കെ തുടങ്ങേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ 5 മണിക്കാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം നിങ്ങളൊരു 10 മിനിറ്റ് മുമ്പ് എണീക്കുക. 10 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുമ്പോഴത്തേനും ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമയമാണ്. അപ്പോൾ പതുക്കെ ബെഡിൽ എണീറ്റിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, അതിനുശേഷം പതുക്കെ ഇറങ്ങിയിട്ട് പോയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നിങ്ങൾ മുഖമൊന്ന് കഴുകുക. നല്ല തണുത്ത വെള്ളത്തിൽ നല്ല മുഖമൊന്ന് കഴുകുക. അത് തൂക്കണ്ട കേട്ടോ, നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം എടുക്കുക. ഗ്ലാസ് എന്ന് പറയുമ്പം നമ്മുടെ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, നമുക്ക് വെള്ളം കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുപ്പിയുടെ ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗ്ലാസ് എടുക്കുക. മറ്റ് കളറുള്ള ഗ്ലാസ്സിലൊന്നും വേണ്ട, കുപ്പി ഗ്ലാസ് തന്നെ എടുക്കുക. ആ കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. രാവിലെ കുറച്ച് നല്ല തണുത്ത വെള്ളമൊക്കെ എടുക്കുക. എന്നിട്ട് ആ ഒരു ടൈം നമുക്കറിയാം, ഇപ്പം 5 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാർ ഒരു 4:40 4:50 എണീക്കുമ്പോഴേക്കും നമുക്ക് പ്രകൃതിയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വൈബായിരിക്കും അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ എയർ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ഡോറോ അല്ലെങ്കിൽ ഒരു ജനലോ അല്ലെങ്കിൽ ഒരു വാതിലോ എവിടെയാണെങ്കിലും നിങ്ങളത് തുറന്ന് അവിടെ പോയി നിൽക്കുക. അവിടെ പോയി നിന്നിട്ട് കുറച്ച് സമയം വേറെ ഒന്നും മനസ്സിൽ ഓർക്കരുത്. ദൈവമേ 5 മണിയാകാൻ പോവുകയാണല്ലോന്നോ അല്ലെങ്കിൽ അതൊന്നും ഓർക്കരുത്. നിങ്ങൾ റിലാക്സ് ആയിട്ട് അവിടെ പോയി നിന്നിട്ട്, നല്ല എയർ കിട്ടുന്ന ഒരു സ്ഥലത്ത് അവിടെ പോയി നിന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ആ വെള്ളം പതുക്കെ കുടിക്കുക. അപ്പം നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല ചന്തവും, പ്രകൃതി നടക്കുന്ന പല ചന്തവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കാറ്റ്, ഒരു തണുത്ത കാറ്റ് നിങ്ങളിലേക്ക് വീശുന്നുണ്ടാവും. ശരിക്കും അത് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ആ ഒരു വൈബ് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊരു ഫുൾ ഡേ എനർജി കിട്ടാൻ വേണ്ടി ആ ഒരു ഒറ്റ വൈബ് മതി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ കിച്ചണിലേക്ക് വന്ന് മുഖമൊക്കെ തൂത്ത് നമ്മുടെ ചായയൊക്കെ വെച്ച് നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമുക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് അങ്ങനെ റിലാക്സ് ആയിട്ട് നിൽക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടി കുട്ടി കാര്യങ്ങളാണെങ്കിൽ പോലും ആസ്വദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊക്കെ മറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തിരക്കിൽ സ്കിപ്പ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പം ആ ഒരു 10 മിനിറ്റ്, രാവിലത്തെ ഒരു 10 മിനിറ്റ് നമ്മളുടെ പ്രകൃതിയിൽ അതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ, ആ ഒരു നേരം വെളുത്ത് വരുമ്പോൾ ഉള്ള ഒരു പ്രകൃതിയിലെ ആ ഒരു ചില മാറ്റങ്ങൾ, അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ആ തണുത്ത വെള്ളം ഒന്ന് പതുക്കെ കുടിച്ച് ആ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ച് നിന്ന് കഴിയുമ്പോൾ രാവിലെ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും. അപ്പോൾ ആ ഒരു ഫുൾ ഡേ ഭയങ്കര എനർജി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.